ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പേര് ജാസ്മി, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അബ്ദുൽ അബു. എനിക്ക് 3 മക്കളാണ് കേട്ടോ. ഞാൻ ഒരു വീട്ടമ്മയാണ്. എൻ്റെ മൂത്ത മകൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഐഷ. രണ്ടാമത്തെ മകൾ ആസിയ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാമത്തെ ഒരു മകനാണ് മുഹമ്മദ് മാഹീൻ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ രാവിലെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ മീനിൻ്റെ പേരെന്താണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. മീൻകാരൻ ചേട്ടൻ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു നല്ല മീനാണ്, നല്ല ടേസ്റ്റുള്ള മീനാണ്, എടുക്കാൻ പറഞ്ഞു. ഈ സത്യം പറഞ്ഞാൽ മീൻ വെട്ടാനൊന്നും എനിക്ക് നന്നായിട്ട് അറിയത്തൊന്നുമില്ല കേട്ടോ. 33 വയസ്സുണ്ടെങ്കിൽ പോലും നന്നായിട്ട് മീൻ വെട്ടാനൊന്നും എനിക്കറിയത്തില്ല. ഈ മീനിൻ്റെ മുള്ളിന് നല്ല കട്ടിയായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ ഒരുവിധം വെട്ടിയെടുത്തു കേട്ടോ. ആദ്യം വിചാരിച്ച് നന്നായിട്ട് ചെതുമ്പലുണ്ടല്ലോ, നല്ല ചെതുമ്പലുള്ള മീനാണ്, ചെതുമ്പി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചെതുമ്പി എടുത്തപ്പം ഒരു മെന തോന്നിയില്ല. സത്യം പറഞ്ഞാൽ ചെതുമ്പി എടുത്തിട്ട് എന്തോ അതിൻ്റെ സ്കിൻ കണ്ടപ്പോഴേ എനിക്കൊരു മെന തോന്നിയില്ല. അതുകൊണ്ട് ഞാനത് രണ്ടാമത് തൊലി ഉരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ രണ്ടാമത് ഞാനത് തൊലി ഉരിച്ചെടുത്തു കേട്ടോ. ഭയങ്കര കട്ടിയാണ്, ഇതിൻ്റെ മുള്ളിനും ചിറകിനൊക്കെ നല്ല കട്ടിയാണ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുവാണ് ഈ മീൻ കേട്ടോ. ആ ചേട്ടൻ നല്ല മീനാണെന്ന് പറഞ്ഞെങ്കിലും എനിക്കത് അങ്ങോട്ട് വിശ്വാസം വന്നില്ല. പക്ഷേ കറി വെച്ച് കഴിച്ചു, നല്ല അഭിപ്രായമായിരുന്നു, നല്ല മീനായിരുന്നു. പൂച്ചക്കുട്ടന്മാരെല്ലാം എൻ്റെ 4 വട്ടവും നിൽപ്പുണ്ട് കേട്ടോ ഈ മീനിൻ്റെ തല കഴിക്കാൻ. ഞാനിങ്ങനെ ആലോചിക്കും, വലിയ മീനിൻ്റെ തലയാണ് കേട്ടോ. വലിയ മീനിൻ്റെ അല്ല, തല വലുതാണ്. അപ്പോൾ ഈ പൂച്ചകൾ ഈ തല എങ്ങനെ കഴിക്കുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ആദ്യം ഞാൻ ചെതുമ്പിയൊക്കെ നോക്കി കേട്ടോ. ചെതുമ്പി നോക്കിയിട്ടും അതിൻ്റെ സ്കിൻ കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങ് തൊലി അങ്ങ് ഉരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തൊലി ഉരിച്ചാണ് എടുത്താണ്ട് ഒരു വീരൻ അതിനിടയിൽ കൂടെ ചാടി അതിൻ്റെ മണ്ടയിൽ കയറി. മോളടുത്ത് നിന്നതുകൊണ്ട് അവൾ അതിനെ താഴെ ഇറക്കിയിട്ടുണ്ട്. മീൻ വെട്ടുന്ന കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഇത് എനിക്ക് അറിയത്തൊന്നുമില്ല, ഞാനിത് എങ്ങനെയൊക്കെയോ ഒപ്പിക്കുവാണെന്ന്. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയുടെ ഉമ്മ, എൻ്റെ ആങ്ങള, ഇത്രയും പേരാണുള്ളത്. എൻ്റെ ഇക്കാടെ വീട്ടിൽ ഇക്കാടെ ഉമ്മ, ഇക്കാടെ വാപ്പ, ഇക്കാടെ ചേട്ടൻ, ചേട്ടൻ്റെ വൈഫ്, 2 മക്കളാണ്. മൂത്ത മോള് ആമിന 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തവള് ഫാത്തിമ, അവൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. നിങ്ങൾ വിചാരിക്കുമല്ലോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ എന്നെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിട്ടില്ലെന്ന്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ നമുക്ക് തുടക്കമായതുകൊണ്ട് ചാനലിൻ്റെ മുന്നിൽ വരാൻ ഒരു മടിയുണ്ട് കേട്ടോ. പയ്യെ അത് മാറുമ്പോൾ നമ്മൾ പിന്നെ മുഖം കാണിച്ചുള്ള വീഡിയോ ഒക്കെ ചെയ്യും. പിന്നെ ഒരു വിശേഷമുണ്ട് പറയാൻ, എൻ്റെ ചാനലിന് 1 വയസ്സായിട്ടുണ്ട് കേട്ടോ. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷം തികഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് 1000 സബ്സ്ക്രൈബർ അടുപ്പിച്ച് കുറച്ച് പേര് 1000-ന് കുറച്ച് പേര് കുറവുണ്ട്. അത്രയും സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട്. വാച്ച് അവറൊന്നും എങ്ങും എത്തിയിട്ടില്ല. ഇനി ഒന്നേന്ന് തുടങ്ങണം. പിന്നെ മീൻകറി വെക്കുന്ന വീഡിയോ, മീൻകറിയുടെ റെസിപ്പിയൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ മീൻകറി വെക്കുന്നത് എങ്ങനെയാണെന്ന്. എന്നാലും ഞാൻ ഓട്ടിച്ചൊന്ന് പറയാം. ഞാൻ ആദ്യം പാത്രം വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ പച്ചയ്ക്ക് ഉള്ളി അരച്ച് മീൻകറി വെക്കുന്നതിനോട് എനിക്ക് വലിയ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഉള്ളി അങ്ങോട്ടിട്ട് ഉള്ളി ഒന്ന് വാടിക്കഴിയുമ്പം പൊടികളിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് അരച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നീട് ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് അതിന് ശേഷം തക്കാളി, മുളക് കറിക്കാരും പച്ചമുളക് ഇടാറില്ല കേട്ടോ. ഇത് കാശ്മീരി മുളകാണ്, ഒട്ടും എരിവില്ല. അതുകൊണ്ട് ഞാനൊരു 2 പച്ചമുളക് ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ അരച്ചു വെച്ച അരപ്പൊഴിച്ച് തിളച്ചതിന് ശേഷം മീൻ കഷ്ണം പറക്കി ഇടുക. ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു വീട്ടമ്മയാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി എന്താണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല നിങ്ങളോട്. എൻ്റെ ഹസ്ബൻഡ് ഒരു ഡ്രൈവറാണ്. ഇക്ക ലോറിയാണ് ഓടിക്കുന്നത്. ഇക്കക്ക് ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഡ്രൈവിംഗ് ഒരു ജോലിയായിട്ടല്ല ഇക്ക നോക്കുന്നത്. ഇക്കക്ക് ഭയങ്കര ഇഷ്ടം, എന്താ പറയുന്നത്, ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇക്ക ഓടിക്കുന്ന വണ്ടികളൊക്കെ ഇക്കയുടെ മക്കളെ പോലെയാണ് ഇക്ക കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇക്ക തടി ലോറിയാണ് ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു വാലും തലയില്ലാത്ത വീഡിയോ ചെയ്യുന്നത്, ഇതുവരെ എന്നെ പറ്റി പറഞ്ഞിട്ടില്ല, എൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വിചാരിക്കത്തില്ലേ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. എന്തെങ്കിലും പറയാൻ വരുമ്പോൾ ഈ നാക്കുളുക്കും, തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ.
നമുക്ക് കൂട്ടായിട്ട് കുറച്ച് പൂച്ചക്കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു 5 പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ കൂടെ ഇങ്ങനെ ഷോർട്സിലൊക്കെ ഇടുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തായാലും ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമായി. ഇനിയെങ്കിലും ചാനലൊന്ന് നല്ല രീതിയിൽ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഏകദേശം ഒരു 976 അത്രയെങ്ങാണ്ടാണ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ബാക്കി കൂടെ 1000 സബ്സ്ക്രൈബർ തികഞ്ഞാൽ ആ ഒരു കടമ്പ നമുക്ക് കടന്നു കിട്ടും. പിന്നെ നമുക്കുള്ളത് വാച്ച് അവർ ഒപ്പിക്കുന്നതാണ് വളരെ കഷ്ടപ്പാട്. നമ്മളൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്താൽ ആരുമില്ല കാണാനൊന്നും. ലോങ് വീഡിയോ ഒരു 50-60 പേര് തികച്ച് കണ്ടാലായി. അതുമല്ല അതും ഫുള്ളും ഒന്നും ആരും ഇരുന്ന് കാണാറില്ല കേട്ടോ. മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അടിപൊളി മീൻകറി ആയിരുന്നു കേട്ടോ. കണ്ടാൽ തന്നെ അറിയത്തില്ലേ, നല്ല സൂപ്പർ മീൻകറി ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം മക്കളൊക്കെ ട്യൂഷന് പോയിട്ട് വന്നു. മോള് ട്യൂഷന് പോയിട്ട് വന്നപ്പോൾ നല്ല കുറച്ച് പഴുത്ത മാങ്ങ നമ്മുടെ വീടിനടുത്തുള്ള ഒരു താത്ത ഉണ്ട്. താത്തയുടെ വീട്ടിൽ കുറച്ച് മാവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ താത്ത പഴുത്ത മാങ്ങ എടുത്ത് വെച്ചിട്ട് കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ കൊടുത്തു വിടും കേട്ടോ. നല്ല മധുരമുള്ള ഒരു സൈസിലെ മാങ്ങയാണ്. പിന്നെ നമുക്ക് ഇന്ന് ഉച്ചക്കത്തേന് മീൻകറിയുടെ കൂടെ ചക്കക്കുരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു സവാള, പിന്നെ മുളക്, എരിവിന് ആവശ്യമായ മുളക്, പിന്നെ കറിവേപ്പില, പിന്നെ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം ചക്കക്കുരു മെഴുക്ക് പുരട്ടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചക്കക്കുരു ഒക്കെ കഴിക്കണം. അതുപോലെ ചക്കക്കുരുവിൻ്റെ മുകളിലത്തെ പാട മാത്രമേ ഞാൻ കളയത്തുള്ളൂ. ആ കട്ടിത്തൊലി അത് മാത്രമേ ഞാൻ നീക്കത്തുള്ളൂ. താഴത്തെ ആ ഒരു കാപ്പിപ്പൊടി കളർ തൊലി ഉണ്ടല്ലോ, അത് ഞാൻ കളയത്തില്ല. അത് നല്ലതാണെന്നൊക്കെ ഇങ്ങനെ ന്യൂസിലൊക്കെ കണ്ടു. അതുകൊണ്ട് അന്ന് മുതൽ ഞാനത് കളയാറില്ല. പിന്നെ നമുക്ക് തൊലിക്കാൻ എളുപ്പമോ ഇതല്ലേ, ആ ഒരു കാര്യമുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം, ചക്കക്കുരു വെന്ത് കഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. എനിക്ക് ഈ വെളുത്തിരിക്കുന്ന മെഴുക്കുവരട്ടിക്ക് ചക്കക്കുരു മെഴുക്കുവരട്ടി എന്തോ ഇഷ്ടമല്ല. ഞാൻ അതുകൊണ്ട് ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടും കേട്ടോ. അപ്പോൾ നല്ല ഒരു സ്വാദാണ്, എനിക്ക് തോന്നുന്നതാണോ എന്തോ. അതിന് ശേഷം നമ്മൾ തേങ്ങ ചിരുകിയതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കണം. അപ്പം നല്ല സൂപ്പർ ചക്കക്കുരു മെഴുക്ക് പുരട്ടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാത്തവർ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഞാൻ എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും സൂപ്പർ എന്നാണ് പറയുന്നത്. അവർ കഴിക്കുകയും ചെയ്യും. ഇക്കാക്കും ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണമെല്ലാം ഇക്കാക്കും ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര കുക്കൊന്നും അല്ല കേട്ടോ. ഞാൻ കുക്കിങ് തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഉമ്മയുടെ കൂടെ നിൽക്കുമ്പം ഉമ്മ ആണ് ചെയ്യുന്നത്. പിന്നെ ഉമ്മയുടെ കൂടെ നിന്നപ്പോഴും ഉമ്മയാണ് പാചകം എല്ലാം ചെയ്യുന്നത്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് മാറി താമസിക്കാൻ തുടങ്ങിയത് പിന്നെയാണ് നമ്മൾ ഈ കുക്കിംഗ് അങ്ങോട്ട് ഏറ്റെടുക്കാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ കുക്കിങ്ങിൻ്റെ ABCD പോലും അറിയത്തില്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കിയാണ് ഞാനിത് കുക്കിങ്ങൊക്കെ പഠിച്ചത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിക്കുക. ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് അറിയേണ്ടതെന്നും ഞാൻ എവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ കൊല്ലം ജില്ലയിൽ കുന്നിക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കും. ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. മീൻ കറി, ചക്കക്കുരു മെഴുക്ക് പുരട്ടി, പിന്നെ മത്തങ്ങയും ചെറുപയറും കൂടെ ഉള്ള ഒരു എരിശ്ശേരി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ മാങ്ങ അച്ചാർ മുളക് പൊടി ചേർക്കാത്ത മാങ്ങ അച്ചാറുണ്ടായിരുന്നു. ഇന്ന് ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ ലഞ്ച്.